എ പ്രൗഡ് ടു ബി എ ഇന്ത്യൻ എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മുടെ യാത്രയുടെ നോർത്ത് ഇന്ത്യൻ യാത്രയുടെ അവസാന ദിവസമാണ്. നമ്മൾ ഇന്നാണ് തിരിച്ച് റാസൽ ഖൈമയിലേക്ക് പോകുന്നത്. എഗെയിൻ ഡൽഹി ടു ബോംബെ, ബോംബെ ടു റാസൽ ഖൈമ. നമ്മൾ വന്നതുപോലെ തിരിച്ചു പോകുന്ന ഒരു ദിവസമാണ്. ഞാൻ തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസമായി. വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്ത് പിന്നെ ഈ പറയുന്ന ശബ്ദലേഖനങ്ങളൊക്കെ കൊടുത്ത് ഇത് ഇറക്കാൻ കുറച്ച് സമയം എടുത്തതുകൊണ്ടാണ്. രാജ്ഘട്ടിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇന്ത്യക്കാരനാണെങ്കിൽ നമ്മൾ ഒരു തവണ മസ്റ്റ് ആയിട്ടും യാത്ര ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണ് ഡൽഹി. ഡൽഹിയിൽ കാണാൻ ഒരുപാടുണ്ട്. നമ്മൾ ഉറപ്പായും കാണേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. രാജ്ഘട്ടിൽ ഇതിനകത്തേക്ക് കയറുന്ന സമയത്ത് 24 മണിക്കൂറും 365 ദിവസവും എരിയുന്ന ഒരു ദീപമുണ്ട് അവിടെ. അതുപോലെ തന്നെ 24 മണിക്കൂറും അവിടെ രഘുപതി രാഘവ എന്ന ഗാനം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇവിടെ പോകുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഡൽഹി യാത്രയിൽ നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നമുക്ക് എന്തായാലും കാണണമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലൊന്ന് രാജ്ഘട്ടാണ്, പിന്നൊന്ന് ഇന്ദിരാഗാന്ധി ഭവനാണ്, അതുപോലെ തന്നെ ലോട്ടസ് ടെമ്പിൾ. അങ്ങനെ കുറച്ച് ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമുക്ക്. അതിലൊരു ലിസ്റ്റാണ് ഇന്ത്യ ഗേറ്റ്. ഇന്ദിരാഗാന്ധി ഭവൻ ഞാൻ പ്രത്യേകം ഒരു എപ്പിസോഡാക്കി വെച്ചിട്ടുണ്ട്. അത് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇന്ത്യ ഗേറ്റിലെത്തി. പക്ഷേ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. അതിൻ്റെ അടുത്തോട്ടേക്ക് പോകാൻ പറ്റിയില്ല. കാരണം ഭയങ്കരമായ ക്യൂ ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് സമയം വളരെ കുറവായിരുന്നു. പ്രവീണും ദീപയും ഡൽഹി യാത്രയിൽ നിന്ന് മാറി നിന്ന് അവര് കുറച്ച് ചില്ലറ പർച്ചേസിംഗ് ഒക്കെ നടത്തി നേരിട്ട് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞു. കുത്തബ് മിനാർ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. 4 മണിക്കൂറെങ്കിലും കാത്തിരിക്കേണ്ടി വരും അകത്ത് കയറാനെന്ന് അറിഞ്ഞതുകൊണ്ട് പുറത്തു നിന്നും കുത്തബ് മിനാർ കണ്ട് ഒരു ടാറ്റയും പറഞ്ഞ് ഒരു പരുന്തിനെയും കണ്ട് നമ്മൾ അവിടുന്ന് യാത്രയായി നേരെ ലോട്ടസ് ടെമ്പിളിലോട്ട് പോയപ്പോഴാണ് അറിയുന്നത് ലോട്ടസ് ടെമ്പിളിലോട്ടും കയറാൻ പറ്റില്ല. അതിന്റെ തൊട്ടടുത്ത് വേറെന്തോ പൂജ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എവിടെയും വാഹനം നിർത്തിയിടാനുള്ള സൗകര്യമില്ലാത്തത് കൊണ്ട് തിരിച്ച് എയർപോർട്ടിലെത്തി നമ്മൾ പ്രവീണിനെ എല്ലാം കിട്ടി. പ്രവീണും ദീപയൊക്കെ ഉണ്ടായിരുന്നു. മക്കളൊക്കെ വന്നു. നമ്മൾ തിരിച്ചങ്ങനെ പോകുന്ന ഒരു ബുദ്ധ പ്രതിമയാണ്. ഇതിന്റെ പ്രത്യേകത ഇത് മുഴുവൻ ചെയ്തിരിക്കുന്ന ഒരു മണിയിലാണ് ചെയ്തത്. നമ്മൾ അവിടുന്ന് ബോംബെയിലും ഒക്കെ ഇറങ്ങി റാസൽ ഖൈമയിലെ ആ ഫ്ലൈറ്റിൽ നിന്ന് ആദ്യം കാലുകുത്തിയ ആള് ഞാനാണ്. നീൽ ആംസ്ട്രോങ്ങിനെ പോലെ ഞാനാണ് റാസൽ ഖൈമയിൽ ആദ്യം കാലുകുത്തിയ ആള്. രണ്ടാമത് കാലുകുത്തിയ എൻ്റെ മോൻ.